അപ്പോൾ ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. നമ്മളിതുകൊണ്ട് ഈ മിക്സർ എരിവുള്ള മിക്സറാണ്. ഇതിപ്പോൾ എത്ര ഗ്രാമാണെന്ന് അറിയത്തില്ല. ഈ എരിവുള്ള മിക്സറുകൊണ്ട് നമ്മളിതൊരു ചമ്മന്തി ഉണ്ടാക്കുന്നു. സാധാരണ നമ്മൾ ഈ കേരളത്തിലെ മിക്കവാറും പിള്ളേർക്കൊക്കെ ഈ ചോറിൻ്റെ കൂടെ ഈ മിക്സറൊക്കെ ഇട്ട് കഴിക്കുന്ന നമ്മൾ കണ്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അതുകൊണ്ടൊരു ചമ്മന്തി ഉണ്ടാകും നമുക്ക് നോക്കിയാൽ, കാരണം നമ്മൾ സാധാരണ ചമ്മന്തിയിലൊക്കെ ചേർക്കാനുള്ളത് തന്നെ ഈ പുളി, തേങ്ങ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിന് നമുക്ക് ഇതിനകത്തുനിന്ന് ഈ സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റണം. ഇതിനകത്ത് ഈ മിക്സറിൻ്റെ ഈ സേമിയ പോലത്തെ ഈ ഇതല്ലാതെ ബാക്കി കിടക്കുന്ന കടല, ഈ പക്കാവടയുടെ ഈ പീസുകൾ, ഇതെല്ലാം നമുക്ക് മാറ്റിയിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ മിക്സർ നമുക്ക് ഈ പ്ലേറ്റിനകത്തോട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടിട്ട് ഇതിനകത്ത് കിടക്കുന്ന ഈ കടല, ഈ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മൾ പച്ചക്കുരുമുളകൊക്കെ ചേർത്ത് ഗ്രില്ഡ് ചിക്കൻ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. കണ്ടിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ചെറിയ മൂന്നോ 4 ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കടല ഫുള്ള് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കടല മാറ്റണമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കടല എണ്ണത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ചമ്മന്തിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങനെ മാറിപ്പോകും. അതുകൊണ്ടാണ് കടല മാറ്റണമെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ കടലെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കിച്ചണിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഈ ചമ്മന്തി റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ചെറിയുള്ളി, പിന്നെ നമ്മുടെ വാളംപുളിയുണ്ട്, കുറച്ച് തേങ്ങ, പിന്നെ നമ്മുടെ മിക്സർ. ഇത് നമ്മൾ ഡയറക്റ്റ് മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിൽ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് മിക്സർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിടണം. ആ ചൂടാക്കിയെടുക്കുന്നതിന് കൂടെ തന്നെ ഈ ചെറിയുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒഴിച്ചാലും കുഴപ്പമില്ല. അധികം എണ്ണ ഒന്നും ഒഴിക്കണ്ട. ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിടുക. അതിനുശേഷം മാത്രമേ മിക്സിയിൽ അരയ്ക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊരു ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. ഓയിൽ എന്നിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെറിയുള്ളി എന്നിട്ട് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇത് ചെറിയുള്ളി നമ്മൾ അരിയേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റായിട്ട്. അപ്പോൾ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ വാടി വന്ന സമയത്ത് നമുക്ക് ഈ മിക്സർ, നമ്മൾ ഈ കടലേക്ക് മാറ്റി വെച്ചിരുന്ന മിക്സർ നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം. മിക്സറിട്ട് നിങ്ങൾ അധികം നേരം സ്റ്റവ് ഓൺ ചെയ്ത് വെക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊന്ന് ഓഫ് ചെയ്ത്.
നമുക്കിതിൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ ജാറിലോട്ടിട്ടിട്ട് ഇത് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മളിതിനകത്ത് വേറെ ഇപ്പോൾ മിക്സർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഇതിനകത്ത് പച്ചമുളകോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ മേടിക്കുന്ന മുളക് പൊടി അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി നല്ല എരിവുള്ള മിക്സർ തന്നെയുണ്ട്, നമ്മൾ വേറെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങയാണ്. തേങ്ങ നമ്മൾ ഇതിനകത്ത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഇടാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു തണുപ്പൊക്കെ ചമ്മന്തിക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ചമ്മന്തി അരഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നരച്ചെടുക്കാം. ചമ്മന്തി കറക്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കിടിലം മിക്സർ കൊണ്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മെയിനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഈ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ വേറെ ഒഴിച്ച് കറികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഈ മിക്സറിൻ്റെ ആ ഒരു എരിവ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് കുറച്ചും കൂടെ ഇപ്പോൾ എരിവ് കൂടുതൽ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് കാന്താരിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന പച്ചമുളകോ ഏതെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ. അപ്പോൾ കുറച്ചും കൂടെ എരിവുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണെന്ന് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താനായിട്ട് മറക്കരുത്. അമർത്തിയാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ പുതിയൊരു പൊളി വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ദിസ് ആർ ജെ സൈനിങ് ഓഫ്.